4 ബസ്സേ ഉള്ളൂ ബാക്കി. ഇത്രയും പേര് 4 ബസ്സിലോട്ട് പോവോ? ദുബായ് മാളിൻ്റെ അക്വേറിയം കാണാം. വന്നിട്ട് അക്വേറിയത്തിൻ്റെ ബാക്കിലോട്ട് വന്നാൽ വേണ്ടത് കണ്ടോ. ഇവിടെ ഒന്നും നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. അതേണ്ട ഡൈനോസറിൻ്റെ സ്കെൽറ്റൻ കണ്ട. ദുബായ് മാൾ ചൈന ടൗൺ. നമ്മുടെ ദുബായ് മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഫുൾ ബുർജ് ഖലീഫിനെ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കണം. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ആർച്ച് പോലൊരു സംഭവം കണ്ടില്ലായിരുന്നു. നമുക്ക് ഇനിയും അങ്ങനെ ദുബായ് മാളിലോട്ട് പോകാം. ഇന്നലെ രാത്രി നമ്മൾ പോകണമെന്ന് വിചാരിച്ചതാണ്. ബട്ട് ഇന്നലെ പ്ലാനുകൾ ചേഞ്ച് വിചാരിച്ചു. അവസാനം ഇന്ന് രാവിലെ നമുക്ക് ദുബായ് മാളിൽ പോവാം. ഈ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നേരെ ദുബായ് മാളിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പാസേജ് വേ ഉണ്ട്. വൈകിട്ടത്തേക്ക് ആകുമ്പോൾ നിൽക്കുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. കാരണം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ തിരിച്ചു പോകാനുള്ള ബസ് മിസ്സാവും. നോക്കാം ആ രീതിയിൽ. ഇതിപ്പോൾ ഞാൻ ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷനുണ്ട്. അവിടെ നിന്ന് നേരെ ദുബായ് മാളിലോട്ടുള്ളൊരു വോക്ക് പാത്ത് ഇതുണ്ട്, നേരെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ വഴി നമുക്ക് പെട്ടെന്ന് ദുബായ് മാളിലോട്ട് എത്താം. താഴെ ഇറങ്ങി റോഡ് ക്രോസിംഗ് ഒന്നും വേണ്ട, നേരെ ദുബായ് മാളിലോട്ടോ. പക്ഷെ നടക്കാനുണ്ട് കേട്ടോ, കുറച്ച് മണ്ടയ്ക്ക് കൂടെ പണിതുകൊണ്ടെങ്കിലും നടക്കാനുണ്ട് കുറച്ച്. നമുക്കിങ്ങനെ നടന്ന് ദുബായ് മാളിൻ്റെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ദുബായ് മാളിൽ കയറി. ഇനിയും ദുബായ് മാളിൻ്റെ ഒരു മാപ്പ് കണ്ടുപിടിക്കണം. ഇവിടെ ഇതൊരു ഏക്കർ കണക്കിന് പണിത് വെച്ചിരിക്കുക. എങ്ങോട്ടാണെന്ന് മാത്രം കണ്ടുപിടിക്കണം. കാരണം സെക്കൻഡ് ലാർജസ്റ്റ് മാളാണ് ദുബായ് മാൾ എന്ന് പറയുന്നത്. ഒരുപാടുണ്ട് കാണിക്കാൻ. കയറി വരുന്നപ്പോൾ ഫുഡും എക്സ്ചേഞ്ചും ലൈക്ക് ബാങ്ക് കറൻസി എക്സ്ചേഞ്ചും ചെറിയ കടകളാണ്. അപ്പോൾ നമുക്കിനി ആദ്യം എങ്ങോട്ട് പോകണം, എവിടുന്നാ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഹുവായിൻ്റെ സ്റ്റോർ ആരും ഇല്ലേ? ഹുവായിൻ്റെ സ്റ്റോറിൽ തിരക്കില്ലല്ലോ. ഓ, നമ്മളങ്ങനെ മാളിൽ കയറി. എൻ്റെ കണ്ണു നമുക്കെന്നാ ഇവിടുത്തെ ഒരു അട്രാക്ഷനായ ദുബായ് അക്വേറിയം ഫൗണ്ടൻ ആ ഒരു ഭാഗത്തോട്ട് പോവാം. പിന്നെന്തൊക്കെയാണ് ഐസ് റിങ്, വാട്ടർഫോൾസ്, ചൈന ടൗൺ. ഓക്കെ, എന്നാൽ ഈ ഭാഗത്തോട്ടെല്ലാം പോയിട്ട് നോക്കാം. ദുബായ് മാളിൻ്റെ അക്വേറിയം കാണാം. പക്ഷെ നമുക്ക് അകത്ത് കയറാൻ 200 ദിർഹംസ് വേണം. 200 ദിർഹംസ് 199 ദിർഹംസ്, 1 രൂപ കുറവാണ്. അപ്പോൾ നമ്മൾ അകത്തും കയറുന്നില്ല, ബട്ട് വെളിയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. കണ്ടോ? ഇതിൻ്റെ അകത്ത് കയറാൻ 200 ദിർഹംസാണ്. അത്രയും ഫണ്ടില്ല കയറാൻ. പിന്നെ ഇതാണ്ട് അവിടെ ഡക്ക് കണ്ടോ, അതാണ്ട് അകത്തൊരു ഡക്ക് കണ്ടോ. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് ചാടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്താൽ മതി. അതിന് കാശ് കൂടുതല. അവിടെ കൂടെ നമുക്ക് വേണമെങ്കിൽ അകത്തോട്ട് ചാടാം. പിന്നെ താണ്ട് അത് കണ്ടോ, ഒരു കേജ്. ഇതിനെല്ലാത്തിനും ഓരോ പ്രൈസുണ്ട് കേട്ടോ. സ്വിമ്മിങ് സൂട്ട് ഇട്ടിട്ട് അകത്തോട്ട് കയറാൻ ഒരു പ്രൈസ്, ആ ഡക്കിൽ കൂടെ ഇറങ്ങാനൊരു പ്രൈസ്. അയ്യവ, ഇതിൻ്റെ അകത്ത് കയറാൻ 200 രൂപയും. അതാണ് ഏറ്റവും കുറവ് ഇതിനകത്ത്. വെറുതെ താണ്ട് അതിൻ്റെ അകത്തൊരു ടണൽ പോലെ സംഭവമുണ്ട്. കാണാൻ പറ്റുന്ന വേറെ വഴിയുണ്ടോ? അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും. അവിടെ കയറാനാണ് ഏറ്റവും വലിയ കുറവ് ഇതിനകത്ത്. അതാണ്ട് അതിൻ്റെ സൈസ് കണ്ടോ ആ മീനിൻ്റെ? അതിൻ്റെ പേരറിയാവുന്നവരൊന്ന് പറയണേ. അതുകൊണ്ട് ഒരു തന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഹണ്ട് ചെയ്യാൻ നോക്കുന്നു.
ഈ മീനുകളുടെ ഒക്കെ പേരറിയാവുന്നവരെന്ന് പറയണം. അതാണ് ഷാർക്ക് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ നിന്ന് കണ്ടുകൊണ്ടിരിക്കും. അതാണ് ഡൈവേഴ്സ്. കൊള്ളല്ലേ? കണ്ട അവരകത്തു നിന്ന് പോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിനി അടുത്ത അട്രാക്ഷൻ്റെ അടുത്തോട്ട് പോവാം. ഇവിടെ വേറെ സംഭവം കൂടെ ഉണ്ട് ദുബായിൽ. എന്തായിരുന്നു എന്തോ ഒരു അതിൻ്റെ പേരൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളെ കയറ്റിയിട്ട് എല്ലാ ടൂറിസ്റ്റ് അട്രാക്ഷനിലും കയറ്റിയിട്ട് പിന്നെ കയറ്റി എടുത്ത് തന്നെ ഇറക്കി വിടുന്ന പരിപാടി. അതിൻ്റെ എന്തോ ഒരു പേരുണ്ട്. ആ പേര് എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ, ഇനി നമുക്ക് അടുത്ത ഇതെന്ന് പറയുന്നത് ഇവിടെ വാട്ടർഫോൾ ഉണ്ട്. നമുക്ക് ആ വാട്ടർഫോൾ ഞാൻ കാണിച്ചു തരാം. നല്ല ഭംഗിയായിട്ട് ഇവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം കണ്ട് തീർന്ന് ഇറങ്ങി പോകാൻ നല്ല സമയമാവും. അപ്പോൾ ഒരു ദിവസം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് വരിക. ഇവിടെ ഇനി വേറൊരു സംഭവമുണ്ട്. കണ്ടോ, നമുക്ക് ഇനി നമ്മളിപ്പോൾ ഇവിടെയാണ്. ഇവിടുന്ന് ഇനി അങ്ങോട്ട് നടന്നു പോകണം. വാട്ടർഫോളിന് അങ്ങോട്ട് സ്റ്റെയർ കേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നടന്നു പോകണം. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് മാപ്പ് നോക്കി കണ്ടുപിടിച്ച് പോകാം. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. മൊത്തം ബ്രാൻഡഡ് ആണ്. മൊത്തം ബ്രാൻഡഡ് ആണ്. ബ്രാൻഡ് അതാണ് ഡൈനോസോറിൻ്റെ സ്കെൽറ്റൻ കണ്ട. ഇതൊരു അട്രാക്ഷൻ തന്നെയായിരുന്നു. ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയാണ് പോകുന്ന വഴി തന്നെ കണ്ട്. താഴെ പോയിട്ട് നമുക്ക് കാണാം. കണ്ട ഇനി ഈ വഴി കൂടെ തന്നെ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇറങ്ങിയിട്ട് എടുത്തിട്ട് പോവാം. നമ്മൾ നേരെ ഡൈനോസറിൻ്റെ അടുത്തിട്ട് പോവാം. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എത്രാമത്തെ വർഷം കിട്ടിയതാന്നൊക്കെ നോക്കാം. നമ്മളങ്ങനെ ഡൈനോസറിൻ്റെ സ്കെലറ്റിൻ്റെ കീഴെ വന്നു. എഴുതി വെച്ചിട്ടുണ്ടോ ഇതിനെക്കുറിച്ച്? ഇതിനെക്കുറിച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഹിന്ദി. ഇവിടെ ഇംഗ്ലീഷ്. ഓക്കെ. ഒരു ചെറിയ ഡൈനോസറിന് ഇതിൻ്റെ അളവ് കണ്ടോ? ആ വാല് വെച്ചായിരുന്നു ഇത് വിപ്പടിച്ച്. അതിൻ്റെ വാല് കണ്ടോ? താണ്ട് അതിൻ്റെ ഒരു ബോൺ. ഇതിൻ്റെ തല എവിടെയാ? ഇത് വാലാന്ന് മനസ്സിലായി. തല എവിടെയാ? തല എവിടെയാ കേട്ടോ. അതിൻ്റെ തല കണ്ടോ? തലക്കെ അടയ്ക്കാക്കുരുവിൻ്റെ സൈസേ ഉള്ളൂ തല. ശരീരം നീണ്ട് ഇത്രയും. കൊള്ളാലോ. ചിലവർക്കൊക്കെ നമ്മളെ കാണുമ്പോൾ പുച്ഛം. കാരണം മലയാളികൾ ഇന്ത്യൻസിനെ കാണുമ്പോൾ ചിലവർക്ക് പുച്ഛമാണ്. അവർക്ക് വലിയ എന്നുള്ള രീതിയിൽ. അത് തന്നെ വേറെ കുറേ പേര് ക്യാമറയായിട്ട് വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുത്ത് കൊടുക്കുകയും മറ്റേതും മറിച്ചതും അതൊക്കെ ഉണ്ടാവും. ഞാൻ എല്ലാവരും കൊണ്ട് ജനറലൈസ് ചെയ്തിട്ടല്ലേ പറഞ്ഞു കേട്ടോ. കുറച്ച് 1, 2, 3 പേര് അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് പോവാം. ഇവിടെ എന്തോ നമ്മൾ വാട്ടർഫോളിൻ്റെ പകരം ബാക്കിയെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. ആരും ഇറങ്ങിയിട്ടില്ല. ഐസ് സ്കേറ്റിങ് ഇവർ വന്നിട്ടില്ല. കണ്ട പുള്ളിക്കാൻ ഷാർപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ലെയർ കളഞ്ഞുകൊണ്ടിരിക്കുക. ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ട് അത് സ്മൂത്ത് ആക്കിയെങ്കിൽ സ്കേറ്റിംഗ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് സ്കേറ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിവേ നമ്മളങ്ങനെ ചൈന ടൗണിലെത്തിയോ? ബെസ്റ്റ്. എന്നാൽ പിന്നെ ചൈന ടൗണിൽ കയറിയിട്ട് ഇറങ്ങിപ്പോവാം. നമ്മൾ നോക്കുന്ന സ്ഥലം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമ്മൾ കയറി ഇറങ്ങുന്നുണ്ടറിയാവോ? ദുബായ് മാൾ, ചൈന ടൗൺ.
അയ്യോ കൊള്ളാലോ. ഇനി ഇതിൻ്റെ അകത്തെന്താവാ? ഓർണമെന്റ്സ്, ജ്വല്ലറീസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഹോട്ട് ഫോട്ടോ. ആഹാ, ഹോട്ട് ഫോട്ടോ ഉണ്ട് ഇവിടെ. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ടൊന്നും ഉണ്ടാക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറുന്നില്ല. ഹോട്ട് പോട്ടിലൊക്കെ കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഒന്ന്, ഞാനിവിടെ ഒറ്റയ്ക്ക് കയറിയിട്ട് കാര്യമില്ല. രണ്ട്, അറക്കാനുള്ള കാശുമില്ല. ആംബിയൻസ് കൊള്ളാം കേട്ടോ. എനിക്കിവിടെ വരാം കേട്ടോ. നമുക്കിവിടെ കയറി കറങ്ങി വായി നോക്കുന്നതിന് കാശ് കൊടുക്കണ്ടല്ലോ. വായി നോക്കുന്നതിന് കാശ് കൊടുക്കണ്ട. നമുക്കിതെല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പോവാം. എന്നിട്ട് ഒരു നാൾ നമുക്കിവിടെ എല്ലാം കയറാം. അങ്ങനെ ഒരു നാൾ വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഫ്രണ്ടിൽ വേറെ എന്തോ സംഭവം ഉണ്ടല്ലോ. ആഹാ, ഇതാരാന്ന് കണ്ടോ? ആണ്ടൊരു പാണ്ടാച്ചക്കൻ. നമ്മൾ അങ്ങനെ ദുബായ് വാട്ടർഫോളിൻ്റെ അടുത്തെത്തി. ആൾക്കാർ ഡൈവ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും നോക്കിക്കൊണ്ട് നിന്നാൽ മതി. അത് താഴോട്ട് വരുന്ന പോലെ ഒരു ഇല്യൂഷൻ വരും നമുക്ക്. ഫോട്ടോസും വീഡിയോസും ഞാൻ താഴെ നിന്നും എടുക്കാം. അപ്പുറത്തേ ഉണ്ട്. ഇത് ഇങ്ങോട്ട് ബൾജ് ചെയ്തിരിക്കുന്നു, അത് അങ്ങോട്ട് ബൾജ് ചെയ്തിരിക്കുന്ന രീതിയിലാണെന്ന് തോന്നുന്നു. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങാം. താഴോട്ട് ഇറങ്ങിയിട്ട് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വ്യൂവിൽ കാണാം. ഇവിടെ നല്ല തിരക്കായിരിക്കും. ഈ നമ്മുടെ ദുബായ് മാളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന ഈ ഒരു പോർഷൻ. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒടുക്കത്ത തിരക്കായിരിക്കും. നമ്മളെപ്പോലെ കാണാൻ വേണ്ടി വന്നതല്ലേ, അപ്പൊ പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. ഓ, കൊള്ളുന്ന വെയിലും ചൂടില്ലാത്ത ക്ലൈമറ്റും. നമുക്കിനിയും അപ്പുറത്തോട്ടെത്തണം. അവിടെ തിരക്കുകളൊന്നും കാണത്തില്ല അത്രയ്ക്ക്. അവിടെ തിരക്ക് അങ്ങനെ കാണാൻ സാധ്യതയില്ല. ഞാൻ റീൽനാഥ് കണ്ടതാ. അവിടെ നിന്നാണെങ്കിൽ മര്യാദക്കുള്ള ഫോട്ടോ എടുക്കാനും പറ്റും, നല്ലൊരു വ്യൂവും കിട്ടുമെന്നാണ് ഞാൻ കണ്ടത്. നോക്കാം. ഇനിവേ ഈ ഫൗണ്ടൻ ഇനി ഓണാണെങ്കിൽ എത്ര 6 മണി എങ്ങാണ്ടാന്ന് തോന്നുന്നു. 6 മണിക്ക് എങ്ങാണ്ട ഫസ്റ്റ് ഷോ തുടങ്ങുന്നത്. സൺസെറ്റ് ഒക്കെ ആയി, സൺസെറ്റിൻ്റെ ആ സമയത്ത്. അപ്പോൾ ഞാൻ അതുവരെ ഇവിടെ നിൽക്കുമോ, അപ്പം എങ്ങനെയാ എന്താവാ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ തേണ്ട ബുർജ് ഖലീഫേൻ്റെ കീഴെ കൂടെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കൊള്ളല്ലേ? ഇവിടൊക്കെ രാത്രി വന്ന പൊളിയായിരിക്കും. രാവിലെ കാണാൻ ഇത്രയും നല്ലതാണെങ്കിൽ രാത്രിയിൽ ഇവിടെ കളറൊക്കെ അടിച്ച്, കളർ ഐ മീൻ ലൈറ്റൊക്കെ ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ നടന്ന് താണ്ട നമ്മുടെ ദുബായ് മാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുർജ് ഖലീഫിൻ്റെയും
UAE നാഷണൽ ഫ്ലാഗിൻ്റെ അടുത്തിരുന്ന് നല്ല ഫോട്ടോ എടുക്കാം. പിന്നെ ഇവിടെ തിരക്കും ഉണ്ടാകത്തില്ല ഈ സമയത്ത്. രാത്രി ആകുമ്പോഴത്തേക്കും പയ്യെ തിരക്ക് വന്നു തുടങ്ങും. ഈ സമയത്ത് അവിടെ ഉള്ളതൊന്നും അത്രയും തിരക്കുമില്ല. ഫോട്ടോ എടുക്കാൻ കൂടുതൽ കഷ്ടപ്പെടുകയും വേണ്ട. ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് നിന്നാൽ മതി. കൊള്ളാമല്ലേ? മര്യാദയ്ക്ക് ഫുൾ ബുർജ് ഖലീഫിനെ കിട്ടുകയും ചെയ്യും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ വിൻ വിക്ടറി ലവ് അല്ല വിൻ വിക്ടറി ലവിൻ്റെ സ്റ്റാച്ചുവിൻ്റെ ഫ്രണ്ടിൽ വരും. ഇവിടെ നിന്ന് ബുർജ് ഖലീഫിൻ്റെയും ഫ്ലാഗിൻ്റെയും എല്ലാത്തിൻ്റെയും പിക്ചർ നല്ല കിടാപ്പിയായിട്ട് കിട്ടും. നല്ലവണ്ണം ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ബുർജ് പാർക്കാണ് ഇതിൻ്റെ പേര് ബുർജ് പാർക്ക്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മര്യാദയ്ക്കുള്ള കുറേ ഫോട്ടോസ് എടുത്തിട്ട് പോകാൻ പറ്റും. തിരക്ക് അത്രയ്ക്കില്ല. തിരക്ക് വരുന്ന മുമ്പേ വരണം. രാവിലെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏകദേശം 2 മണിയായി. ഈ സമയത്ത് വന്നാൽ അത്രയ്ക്ക് തിരക്ക് കാണത്തില്ല. അതുപോലെയാണ് നിങ്ങൾക്ക് നല്ലോണം ഫോട്ടോ എടുത്തിട്ടും പോവാം. ഇനി ഇതിൻ്റെ ഈ ബ്രിഡ്ജ് ചാടി അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് വേണം മറ്റേ വിങ്ങിൻ്റെ അടുത്തെത്താൻ. ദുബായ് ഡൗൺ ടൗൺ എന്ന് പറയുന്ന ഏരിയ. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. നമ്മളങ്ങനെ ഇൻസ്റ്റയിൽ കുറേ ഫോട്ടോസ് കണ്ടു കാണുമല്ലോ. ഒരു വിങ്സിൻ്റെ അടുത്തൊന്ന് ഫോട്ടോ എടുക്കുന്നത്. വിങ്സ് ഓഫ് മെക്സിക്കോ എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിൽ നമ്മളെത്തി. ഇവിടെ നോക്കുമ്പോൾ ബുർജ് ഖലീഫ മൊത്തം കാണാൻ ചുമ്മാതല്ല. നല്ല തിരക്കുണ്ടല്ലോ ഫോട്ടോ എടുക്കാൻ. ഇവിടെ കട്ട തിരക്ക. എന്താ ക്യൂ നിന്നിട്ടാണ് ഇവിടെ ഫോട്ടോ എടുക്കുന്നത് എല്ലാ ആൾക്കാരും. ഈ ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണോ ഇത്? ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ്. ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ക്യൂ ഉണ്ടോ? എന്നാലും അതെനിക്ക് ഇഷ്ടപ്പെട്ടു. വരിയായിട്ട് നിരനിരയായിട്ട് നിന്നിട്ട് അവർ ഫോട്ടോ എടുക്കുന്നത്. ഇത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കുമെന്ന്. അങ്ങനെ ഏകദേശം 1.5 മണിക്കൂർ എങ്ങാണ്ടാന്ന് തോന്നുന്നു ഞാനിവിടെ നിന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടി. ഇപ്പോഴും ക്യൂ തീർന്നിട്ടില്ല. അതുകൊണ്ട് ഒന്നൊന്നായിട്ട് ക്യൂ പയ്യെ കൂടി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് ക്യൂ നിൽക്കണം. എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്കിനി മാളിലോട്ട് തിരിച്ച് ഡൗൺ ടൗണിൽ കൂടെ കയറി. ഇപ്പോൾ ഇതാണ് ദുബായ് ഡൗൺ ടൗൺ എന്ന് പറയുന്നത്. ദുബായ് മാളിൻ്റെ തൊട്ടടുത്തുള്ളത്. ഡൗൺ ടൗണിൻ്റെ ഇവിടെയാണ് മര്യാദയ്ക്കുള്ളൊരു ബുർജ് ഖലീഫേൻ്റെ ഫോട്ടോയും പിന്നെ വിങ് ഓഫ് മെക്സിക്കോയും അതൊക്കെ കാണാൻ പറ്റുന്നത്. ഞാൻ കാണാതെ പോയൊരു സാധനം അബദ്ധത്തിൽ കണ്ടുപിടിച്ചു. നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 2nd ഫ്ലോർ വന്നിട്ട് അക്വേറിയത്തിൻ്റെ ബാക്കിലോട്ട് വന്നാൽ വേണ്ടത് കണ്ടോ, മീനുകളൊക്കെ ഇതായിട്ട് കാണാൻ പറ്റും. താഴെ അടുത്ത് തന്നെ ഇരുന്നു. അത് കൊള്ളാമല്ലേ? ഞാൻ വല്ല ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇപ്പോൾ കയറാതെ പോയിരുന്നെങ്കിൽ ഇത് കാണാനും പറ്റത്തില്ലായിരുന്നു.
മറ്റേ താഴെ നോക്കുകയാണെങ്കിൽ മൊത്തമായിട്ട് കാണാം, ബട്ട് അടുത്തു നിന്ന് കാണാൻ പറ്റില്ലല്ലോ, ഇച്ചിരി ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ മണ്ടയ്ക്ക് വന്നാൽ ഇത് കണ്ട അടുത്ത് കാണാൻ പറ്റും. അവിടെ കണ്ടോ, ആ ഡെക്കിൽ കയറാൻ കാശ് കൊടുക്കണം കേട്ടോ, അവിടെ കയറാൻ കാശ് കൊടുക്കണം. പക്ഷെ ഇവിടെ നിൽക്കാൻ കാശ് കൊടുക്കണ്ട. അതുകൊണ്ട് അടുത്തു നിന്ന് എല്ലാത്തിനെയും കാണാൻ പറ്റും. അയ്യവ, അതൊക്കെ അറിയില്ലായിരുന്നു. ഇവിടെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു വിൻഡോ, ഐ മീൻ ഗ്ലാസ് പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളകത്ത് കയറി കഴിച്ചു. അങ്ങനെ തന്നെ നമ്മൾ ആദ്യം ഇറങ്ങിയ വഴിയുള്ള വേറൊരു വഴി കൂടെ വെളിയിലോട്ട് ഇറങ്ങാൻ പോവാം. അത് ആദ്യം ഇറങ്ങിയ വഴി തന്നെയാണ്. ഇനിവേ ഏതൊരു വഴി കൂടെ ഞാൻ പിന്നെയും വെളിയിലോട്ട് ഇറങ്ങാൻ പോവാം. പിന്നെ കഴിക്കുന്നതിൻ്റെ വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചു. ഇത്ര തന്നെ ഈ കഴിക്കുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതിവിടെ കഴിക്കുന്ന വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല. നല്ല വെറൈറ്റി ഉള്ളത് കഴിക്കുകയാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഇടാം. ചുമ്മാ എന്തിനാ ഇടുന്നത്? ഇനിയും തിരക്കുണ്ടോ? തിരക്ക് മാറി തരത്തില്ല. പകുതി പേര് മാറി തരത്തില്ല, അങ്ങനെ തന്നെ വന്നങ്ങ് നിൽക്കും. ഷോ തുടങ്ങാനായി. അപ്പോൾ നമുക്ക് അപ്പുറത്തോട്ട് പോയിട്ട് നിൽക്കാം. നമ്മൾ ആ വ്യൂ കിട്ടിയില്ലേ, ആ വ്യൂവിൻ്റെ അവിടെ തന്നെ നമുക്ക് പോയി നിൽക്കാം. ഇപ്പോൾ സമയം 5 മണിയായി. ഇനി 6 മണി 6:30 ആകുമ്പോഴാണ് ഫൗണ്ടൻ്റെ വെള്ളച്ചാട്ടം തുടങ്ങുന്നത്. അപ്പോൾ അതുവരെ നമുക്കിവിടെ കിടക്കാം. അങ്ങനെ 6 മണിയായി. ഷോ ഇനി എപ്പോൾ വേണമെങ്കിലും തുടങ്ങും. നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോയും കണ്ടിട്ട് നമുക്ക് പോവാം. छोड़ दिए यार। അത് കൊള്ളായിരുന്നല്ലേ? കണ്ടോ, രാത്രി ആയപ്പോഴത്തേക്കും കണ്ടു ഇവിടെ. മൊത്തം ലൈറ്റപ്പ് ആക്കി. നമുക്കെന്നാ ഇനിയും പെയ്യെ നടന്ന് നമ്മുടെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. കാരണം നമുക്ക് ഇവിടെ നിന്ന് മെട്രോ കയറി ബസ് സ്റ്റോപ്പിലെത്താൻ 30 മിനിറ്റ്. അവിടുന്ന് ഇനിയും ബസ് എപ്പോഴാ, ഇനിയും ബസ് തപ്പി പിടിക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലേറ്റ് ആവും. അപ്പോൾ ഇതിൻ്റെ ഷോ ടൈമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് ഫസ്റ്റ് ഷോ, 6 മണി കഴിഞ്ഞിട്ട് എല്ലാ 30 മിനിറ്റും ഷോ ഉണ്ടാവും. അപ്പോൾ വരുന്നവർക്ക് കാണാം. രാത്രി 11 മണി വരെ ഷോ ഉണ്ട്. 6 മണിക്ക് തുടങ്ങിയാൽ രാത്രി 11 മണി വരെ ഷോ ഉണ്ട്. 30 മിനിറ്റ് വന്ന് ഷോ മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ഇച്ചിരി ധൃതി കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഷോ തന്നെ കണ്ടിട്ട് നമുക്ക് തിരിച്ചിനി പിടി പോവാം. നമുക്ക് ദുബായ് മാൾ വഴി കയറി പോകണം. ഇങ്ങോട്ടാണ്, സോറി ഞാൻ ഇപ്പോൾ വഴി മാറിപ്പോയാൽ. ഓ, ഇതിൻ്റെ മണ്ടയ്ക്കൊരു വ്യൂ ഡെക്ക് പോലെ സംഭവം ഉണ്ടായിരുന്നല്ലേ. നമ്മൾ ഇങ്ങോട്ട് വന്നില്ല.
നമ്മൾ താഴെ നിന്നാണ് കണ്ടത്. ഓ ഇതിൻ്റെ മണ്ടയ്ക്ക് നീണ്ടുണ്ട്, കൊള്ളാലോ. ഇവിടുത്തെ കളർഫുള്ളായിട്ടുള്ള ഇതൊക്കെ കാണാൻ രാത്രി 6 മണിക്ക് വരണം കേട്ടോ. ഫോട്ടോ എടുക്കണമെങ്കിൽ രാവിലെ വരണം. ലൈറ്റുകളും ഇതൊക്കെ കാണാൻ ഒരു 5 മണിക്ക് വന്നാൽ മതി. 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഫോട്ടോ എടുക്കാം, ലൈറ്റുകളും കാണാം, എല്ലാം കാണാൻ പറ്റും. അപ്പം നമുക്കിനിയും ഇവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് മെട്രോ സ്റ്റേഷൻ്റെ അവിടെ എത്തണം. ബാക്കിൽ ബുദ്ധിയിലിപ്പോൾ ഞാൻ പോലും അറിയാം. കൊള്ളാലോ. നല്ല ഭംഗി. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരു ആർച്ച് പോലൊരു സംഭവം കണ്ടില്ലായിരുന്നു. ഇപ്പം അതിൻ്റെ ഭംഗി കണ്ടോ? എല്ലാ ലൈറ്റും ഓണാക്കിയപ്പോൾ ഞാനിപ്പോൾ ഒരു പുള്ളിക്കാരനോട് ചോദിക്കാൻ പോയായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയായിരുന്നു മെട്രോയും. ഇപ്പം ചമ്മിപ്പോയാൽ അങ്ങനെ മെട്രോൻ്റെ ബ്രിഡ്ജ്. ഓ എൻ്റെ പൊന്നോ, ഒരു തിരക്കാണല്ലോ. തിരക്ക് ഓവർലോഡാ. നമ്മൾ രാവിലെ വന്നപ്പോൾ ഒരു കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഇപ്പം കണ്ട, ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു ജനസാഗരം തന്നെയുണ്ട്. ജനസാഗരം. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഫ്രീ സാമ്പിളുകൾ കിട്ടും കേട്ടോ. ഞാൻ ഒന്നും എടുത്തില്ല. ഷുഗർ കുറേ ഫ്രീ സാമ്പിളുകൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വേണവരെടുത്ത് കഴിച്ചോ, ആരൊന്നും പറയാൻ പോകുന്നില്ല. ഇനി അവിടെ വരെ നടക്കാനുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരാൻ ആൾക്കാരില്ല, അങ്ങോട്ട് പോകാനാണ് ആൾക്കാർ കൂടുതൽ. എൻ്റെ പൊന്നോ, ഞാൻ മെട്രോയിൽ നിന്ന് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. മെട്രോയിലുണ്ടായ തിരക്ക് ഒരു രക്ഷയില്ലായിരുന്നു. ഞെക്കിപ്പിഴിഞ്ഞ് കുത്തി കയറുകയായിരുന്നു. എങ്ങനെയാണാവോ ഞാനിവിടെ വരെ എത്തിയതെന്ന് ഒരു ഐഡിയ ഇല്ല. നന്നായി ഈ സാധനത്തിന് മാസ്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞാൻ ശ്വാസം മുട്ടിച്ചത്തേനെ. ഇനി തിരിച്ച് നമുക്ക് പോകുന്നതിൻ്റെ ബസ് കണ്ടുപിടിക്കണം. ഒരു സെക്കൻഡ്, സ്ക്രീൻ നേരെയാക്കട്ടെ. ഓക്കെ, അത്രയ്ക്ക് തിരക്കായിരുന്നു. അങ്ങ് ഞെങ്ങി അമങ്ങി മനുഷ്യൻ പോണ്ടാരോടങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ ബസ് എവിടെയാ വരുന്നതെന്നൊക്കെ ചോദിച്ചറിയാൻ ആൾക്കാരുണ്ടോ? നമ്മുടെ ബസ് എവിടെ വരും? റാക്ടിയേൻ്റെ ഇതെവിടെയാണെന്നറിയില്ലല്ലോ. അയ്യോ, നല്ല ഭംഗിയുണ്ട്. രാത്രി ദുബായ് കാണാൻ കൊള്ളാലോ. നമ്മളിപ്പോൾ ദേറയില കേട്ടോ. ദേറ ഇത് ദേറയിലല്ലേ നമ്മളിപ്പോൾ ആണെന്നാ തോന്നുന്നു. നോക്കട്ടെ, നമ്മളിപ്പോൾ ദേറയിൽ. പക്ഷെ ഇവിടെ ബസ്സൊക്കെ എവിടെയാ? ബസ് സ്റ്റോപ്പ് അവിടെ. ഓക്കെ, അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു നമ്മൾ നടന്നു വന്ന്. അപ്പം ഇവിടെ ഇങ്ങോട്ടാ. എല്ലാം ഒരു ഊഹപ്രകാരമാണ് ഞാനീ പോകുന്നത്. റാക്ടിയേൻ്റെ ബസ് സർവീസ് എവിടെയൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കട്ടെ. ഈ ഗൂഗിളാണെങ്കിൽ മാപ്പ് വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് വർക്കാവും. പക്ഷെ ഡേറ്റ വെച്ച് കണക്കാക്കി നോക്കി കഴിഞ്ഞാൽ ഇട്ട് പട്ടി കളിപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് എല്ലാ
1 മണിക്കൂർ കഴിയുമ്പോഴും ഇങ്ങോട്ട് ബസ്സുണ്ട്. ഐ മീൻ ഇവിടുന്ന് റാസൽ ഖൈമയിലോട്ട് പോകാൻ. പക്ഷെ ഓരോരോ മണിക്കൂറിന് കയറി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 4 ബസ്സേ ഉള്ളൂ ബാക്കി അങ്ങോട്ടുള്ളത്. ഇതിനകത്ത് കാണിച്ചേക്കുന്നത് 4 ബസ്സേ ബാലൻസ് ഉള്ളൂ. ഇത്രയും പേര് 4 ബസ്സിലോട്ട് പോവുമോ? ആൾക്കാരാണെങ്കിൽ ഒന്നൊന്നായിട്ട് കൂടിക്കൊണ്ടും ഇരിക്കുക. ആർക്കറിയാം എന്തായി തീരുമെന്ന്. പെടുവോ പെടത്തില്ലയോ, നോ ഐഡിയ. ഇപ്പോൾ 7:23 ഇനി എപ്പോഴാണ് അടുത്തത്? 7:30 കാണിക്കുന്നത് അടുത്തത്. ദൈവത്തിനറിയാം ഇനി എന്തായിരിക്കും ആവുമെന്ന്. അമ്മ എൻ്റെ കാലും വേദനെടുക്കാൻ തുടങ്ങി. രാവിലെ തൊട്ട് നടക്കാൻ തുടങ്ങിയതാ. നമ്മൾ ഇതിൻ്റെ അവിടെ ഇരുന്നതല്ലാതെ ഇരുന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവസാനം ബസ്സിൽ കയറി. ഒരാശ്വാസം ഇപ്പോൾ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ക്ലാസ്സിൽ കയറി എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും വീട്ടിലെത്താൻ പറ്റും. ഇവിടെ കയറുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കയറുന്ന വരെ പ്രശ്നമുള്ളൂ. കയറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. എല്ലാവരും ക്യാഷ് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ബക്കുന്നായി പോയി കാർഡ് എടുക്കത്തില്ല. ബർഗിങ് കാർഡ് എടുത്തു. നമ്മുടെ കാർഡിനകത്ത് ഇനി ബാലൻസ് 25 ദിർഹാംസും കൂടെ ഉണ്ട് ബാലൻസ്. അയ്യോ, ഇനി നമുക്ക് വരാൻ പറ്റത്തില്ല. ഇനി വരുന്നെങ്കിൽ ടോപ്പ് ചെയ്യണം 25 ദിർഹാംസ്. ഇനി നമുക്ക് അവിടെ തന്നെ ഇൻ്റർസിറ്റിക്ക് കളിക്കാനുള്ള കാശേ ഉള്ളൂ. ബാലൻസ് കൂടെ ഉള്ളു അതിനകത്ത്. അയ്യോ അയ്യോ. No, my car came. Okay, bye. അങ്ങനെ നമുക്കിനി തിരിച്ചു പോവാം. ആയ മാമ. പി ലൈറ്റ് ഇട്ടെ, ലൈറ്റ്. ഹായ് മാമ. ഹായ്. അയ്യോ, ഒരു ദിവസത്തേക്ക് വേണ്ടി ദുബായി പോയ ആളാ 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നത്. അയ്യോ അയ്യോ. അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി എന്നാ. ഓക്കെ, ബൈ.